Good evening friends, welcome back to our YouTube channel Cascade of Maths. So, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് UP Maths Quizന്റെ മൂന്നാമത്തെ പാർട്ടുമായിട്ടാണ്. സോ ലാസ്റ്റ് രണ്ട് പാർട്ടിലായിട്ട് ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയും പോലെ തന്നെ വെറുതെ വീഡിയോ കണ്ടു പോകരുത്, നിങ്ങൾ എഴുതി തന്നെ ചെയ്ത് പോവുക കൂടെ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ഒരു ചതുരത്തിന്റെ നീളം 3 മടങ്ങും വീതി 1/2 ഭാഗവുമാക്കി മറ്റൊരു ചതുരം ഉണ്ടാക്കിയാൽ പുതിയ ചതുരത്തിന്റെ പരപ്പളവ് ആദ്യത്തേതിന്റെ എത്ര മടങ്ങായിരിക്കും എന്നാണ് ചോദ്യം. Among two squares, the length of the larger square is 3 times the small and breadth of the larger one is half of the small. How many times the area of larger square is that of the smaller square എന്നാണ് ചോദ്യം. നമുക്കറിയാം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ചതുരം അല്ലേ. ചതുരം നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ നമുക്കറിയാം. ചതുരത്തിൻ്റെ ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കാം. ഓക്കെ, അതിൽ ഇവർ പറഞ്ഞേക്കുന്നത് എന്താണ്, ഒരു ചതുരത്തിൻ്റെ നീളം 3 മടങ്ങും വീതി 2/1 ഭാഗവുമാക്കി മാറ്റുകയാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് ലെങ്ത്ത് എന്താണ് 3 മടങ്ങ്, എൽ എന്ന് പറയുന്നത് 3L, ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ബി എന്താണ് b ഇൻറ്റു 1/2, അതിൻ്റെ പകുതി ആകുകയുമാണ് എങ്കിൽ പുതിയ ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പഴയ ചതുരത്തിൻ്റെ എത്ര മടങ്ങായിരിക്കും എന്നല്ലേ ചോദ്യം. അപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ നിന്ന് ഏരിയ കാണാൻ അറിയാമല്ലോ. ഏരിയ എങ്ങനെയാണ്, ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് തന്നെ അല്ലേ. എങ്ങനെയാണ്, 3L ഇൻറ്റു b ഇൻറ്റു 1/2 ആണ്. അതായത് 3LB/2, അതായത് 3/2 ഇൻറ്റു LB. നോക്കിക്കേ, ഇത് ഏരിയ 1 ആദ്യത്തെ ചതുരത്തിൻ്റെത്, ഇത് ഏരിയ 2 രണ്ടാമത്തെ കുഞ്ഞു ചതുരത്തിൻ്റെത്. ആദ്യത്തെ ചതുരത്തിൻ്റെ ഏരിയ ലെങ്ത് L ഇൻറ്റു B എന്ന് നമുക്ക് കിട്ടി. രണ്ടാമത്തെ ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2/3 ഇൻറ്റു L ഇൻറ്റു B എന്നാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്താണ് രണ്ടാമത്തെ ചതുരത്തിൻ്റെ ഏരിയ കിട്ടിയത്, 2/3 ഇൻറ്റു L ഇൻറ്റു B എന്ന് കിട്ടി അല്ലേ. എന്ന് വെച്ചാൽ രണ്ടാമത്തെ ചതുരം ആദ്യത്തെ ചതുരത്തിനേക്കാൾ 2/3 മടങ്ങ് വലുതാണ് അല്ലേ, 2/3 മടങ്ങ് കൂടുതലാണ് രണ്ടാമത്തെ ചതുരത്തിൻ്റെ ഏരിയ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? അപ്പം നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. 2 വ്യത്യസ്ത എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയായി 2 രീതിയിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. What is the smallest natural number that can be written in 2 different ways as the sum of the squares of 2 different natural numbers? നിങ്ങൾ നോക്കേ, നമ്മളിപ്പോൾ 1 തൊട്ടൊക്കെ എടുത്ത് നമ്മളിപ്പോൾ കൺസിക്യൂട്ടീവ് ഓർഡറിലായിട്ട് നമ്മൾ നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ എങ്ങനെ അവരുടെ വർഗങ്ങളുടെ തുക, അവരുടെ സ്ക്വയേഴ്സിൻ്റെ സമ്മൻ്റെ രീതിയിൽ എഴുതാൻ പറ്റുന്ന ഒരു നമ്പർ, 2 തരത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു നമ്പർ നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്നത് 65 ആണ്. നിങ്ങളിത് മുന്നോട്ട് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. 65 ഏറ്റവും ചെറിയ സംഖ്യ. ഇതിനെ എങ്ങനെ 2 രീതിയിൽ ഇവരുടെ വർഗത്തിൻ്റെ തുകയാക്കി എഴുതാമെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് 8 സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ ആണ്. 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതായത് 64 പ്ലസ് 1 65. ഇത് ഒരു രീതി. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് 7ൻ്റെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ ആണ്. അതായത് 49 പ്ലസ് 16, 49 പ്ലസ് 16 65 ആണ്. അപ്പോൾ എന്താണ്, തൻ്റെ എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ തുകയായിട്ട് 2 വ്യത്യസ്ത രീതിയിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ 65 ആണ്. ഓക്കെ ആണല്ലോ? സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. 2 സംഖ്യകളെ 100 കൊണ്ട് ഹരിച്ചപ്പോൾ ഒരേ സംഖ്യ ശിഷ്ടമായി കിട്ടി. ആ 2 സംഖ്യകളുടെ വ്യത്യാസത്തെ 100 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? 2 numbers leave the same remainder on division by 100.
If the difference of those two numbers is divided by 100, what is the remainder? ഇതാണ് നമ്മുടെ ചോദ്യം. എന്താണ്? രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അവരുടെ റിമൈൻഡർ സെയിം ആയിട്ടാണ് വന്ന എങ്കിൽ ഇവർ ചോദിച്ചിരിക്കുന്നത് ആ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ്, വ്യത്യാസവും 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര വരുമെന്നാണ്. ഇപ്പോൾ നോക്കിയേ, സപ്പോസ് ഞാനൊരു രണ്ട് നമ്പേഴ്സ് എടുത്തു, ആ രണ്ട് നമ്പേഴ്സിനെ മറ്റൊരു നമ്പർ കൊണ്ട്, ആ രണ്ട് നമ്പേഴ്സിനെ ഞാൻ ഒരേ സെയിം സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആ രണ്ട് സംഖ്യയും ഞാൻ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. ആണല്ലോ, ഒരു സംഖ്യയെ നമ്മൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിവൈസറിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ആണല്ലോ, ഇനി ഈ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ഒരേ ശിഷ്ടം വരുന്നു എന്ന് പറഞ്ഞാൽ ആ മൾട്ടിപ്പിളിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത നമ്പേഴ്സും സെയിം ആണെന്നാണ് അർത്ഥം. ആണല്ലോ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ എന്താണ്, ഒരു 705ഉം 505ഉം എടുത്തു. ഓക്കെ, ഈ 705നെ ഞാൻ എന്ത് ചെയ്തു, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഈ 505നെ ഞാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 705നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾ നോക്കിയത്, 705നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആദ്യം 700, അപ്പം 7 വട്ടം 100, പിന്നെ ശിഷ്ടം 5 വരുന്നത്. ഇവിടെ റിമൈൻഡർ എന്ത് വരും? റിമൈൻഡർ എന്ന് പറയുന്നത് 5 വരും. അതുപോലെ 505നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ് വരുന്നത്? 5 റിമൈൻഡർ വരുന്നത്. ആണല്ലോ, അതായത് എന്ത്, 700 എന്ന് 700ഉം 500ഉം എന്ന് പറയുന്ന 100ന്റെ രണ്ട് മൾട്ടിപ്പിളിനോട് 5 അധികം ചേർത്തപ്പോഴാണ് റിമൈൻഡർ എനിക്ക് 5 വന്നത്. ഓക്കെ, ഇനി എന്താണ് ഇവർ പറയുന്നത്? ഈ രണ്ട് സംഖ്യകളുടെ വ്യത്യാസത്തിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. അപ്പോൾ റിമൈൻഡർ എത്രയാണെന്ന് നോക്കണം. ഞാൻ ആദ്യം വ്യത്യാസം എടുക്കുക. 705ൽ നിന്ന് 505 ഞാൻ കുറച്ചു. എനിക്ക് എത്ര കിട്ടും? 705 നിന്ന് 505 കുറച്ച് 200 കിട്ടും. ഈ 200നെ ഞാൻ എന്ത് ചെയ്യാണ്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 200നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ആൻസർ 2 കിട്ടും. റിമൈൻഡർ എന്ത് കിട്ടും? റിമൈൻഡർ എന്ത് കിട്ടും? 0 കിട്ടും. റിമൈൻഡർ 0 കിട്ടും. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? ഇതിപ്പോൾ വേറൊരു നമ്പർ വെച്ച് നിങ്ങൾ നോക്കി ഞാനിപ്പോൾ ഒരു 102ഉം 202ഉം എടുത്തു. ഇനി ഈ 102നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 100 കൊണ്ടും ഇവർ രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ കിട്ടുന്നത് 2 രണ്ട് പേർക്കും 2. ഇനി ഇവരുടെ വ്യത്യാസം എന്ന് പറയുന്നത്, ഇവരുടെ ഡിഫറൻസ്, അതായത് 202ൻ്റെയും 102ൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 100. ഈ 100നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ ഒന്നും, റിമൈൻഡർ 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 0 ആൻസർ. അപ്പോൾ രണ്ട് സംഖ്യകളെ 100 കൊണ്ട് ഹരിച്ച് എന്താണ്, റിമൈൻഡർ സെയിം വരികയും ആ സംഖ്യകളുടെ ഡിഫറൻസിനെ നമ്മൾ 100 കൊണ്ട് ഹരിക്കുകയും ചെയ്താൽ അവരുടെ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. നിങ്ങൾ നാലാമത്തെ ചോദ്യം നോക്കിക്കേ. ഒരു സംഖ്യയുടെ 1/3 ഭാഗവും 4/1 ഭാഗവും തമ്മിലുള്ള വ്യത്യാസം 10. സംഖ്യ ഏത്? The difference between 1/3 of a certain number and 1/4 of the same number is 10. What is the number എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ എന്താണ്, നമ്പറിനെ എക്സ് എന്ന് എടുക്കുവാണ്. ഇവരെന്താണ് പറഞ്ഞേക്കുന്നത്? 1/3 ഭാഗത്തിൻ്റെയും 4/1 വ്യത്യാസമാണ് ആരുടെ? എക്സിൻ്റെ. അപ്പോൾ എനിക്കിങ്ങനെ എഴുതാമല്ലോ, 3/1 x മൈനസ് 4/1 x എന്ന് പറയുന്നതാണ് 10 എന്നല്ലേ ഇവർ ചോദ്യം പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടുത്തെ LCM എടുത്താൽ 3ൻ്റെയും 4ൻ്റെയും LCM 12 അല്ലേ? അപ്പം LCM എടുത്താൽ 12. സോ 4x മൈനസ് 3x ഈസ് ഈക്വൽ ടു 10. 4x മൈനസ് 3x എന്ന് പറയുന്ന x/12 ഈസ് ഈക്വൽ ടു 10 അല്ലേ? അപ്പോൾ എന്താണ്, നമുക്ക് എക്സ് അല്ലേ കാണാൻ? എക്സ് ആണ് നമ്മുടെ നമ്പർ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 10 × 12 120. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 120. അപ്പം ഞാൻ ഈ ചെയ്ത് കാണിച്ചത് എക്സ് ഒക്കെ ഇട്ടൊരു സ്റ്റെപ്പ് വൈസ് ആണ്. ഇതിപ്പോൾ നമ്മൾ എഴുതാതെ നമുക്ക് മനക്കണക്കായിട്ട് ഇത് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ 1/3 ഭാഗത്തിൻ്റെയും 4/1 ഭാഗത്തിൻ്റെയും വ്യത്യാസമാണ് 10 എന്ന് പറഞ്ഞേക്കുന്നത്. ആണല്ലോ, അതായത് ഇവരുടെ LCM എടുത്താൽ 12ൽ 4 - 3 അങ്ങനെയല്ലേ വരുന്നത്? 12ൽ 4 - 3, അതായത് 12ൽ 1 ഭാഗമാണ്
നമ്മുടെ 10 എന്ന് പറയുന്നത്? ആണോ? എങ്കിൽ ഒരു ഭാഗം കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ, എങ്കിൽ മൊത്തം എന്ന് പറയുന്നത് ഒന്നല്ലേ, അപ്പോൾ ഒരു ഭാഗം കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 × 12 120. ഇങ്ങനെ മനക്കണക്കായിട്ടും ചെയ്യാം. ഇത് ഞാൻ പിന്നെ സ്റ്റെപ്പായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതുവരെ പറഞ്ഞ 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. അടുത്തത് 5ാമത്തെ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ 5ാമത്തെ ചോദ്യം നോക്കിക്കേ. 1, 3, 6, 10 എക്സെട്ര ഈ ശ്രേണിയുടെ 10ാമത്തെ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അതായത് 1, 3, 6, 10 എക്സെട്ര വിച്ച് ഇസ് ദ 10th നമ്പർ ഇൻ ദ സീരീസ് ആണ്. ഈ സീരീസ് നിങ്ങൾ നോക്കിക്കേ, 1, 3, 6, 10 ഇങ്ങനെ പോവാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ട്രയാങ്കിൾ സീരീസ് ആണ്. ഇതിനെ നമ്മൾ ട്രയാങ്കിൾ സീരീസ് എന്ന് പറയും. ഇത് ട്രയാങ്കിൾ സീരീസ് എന്നാണ് പറയുന്നത്. ഈ ട്രയാങ്കിൾ സീരീസിൻ്റെ nth നമ്പർ കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് n × n+1/2 ആണ്. നമുക്ക് കാണാനുള്ളത് 10ാമത്തതല്ലേ. അപ്പോൾ 10ാമത്തെ എന്ന് പറയുമ്പോൾ 10 × 10+1/2 എന്ന് പറയുന്നത് 10 × 11/2, 2 വെച്ച് 5 ശിഷ്ടം. അപ്പോൾ എന്താണ് nth ടേം എന്ന് പറയുന്നത്? 10ാമത്തെ ടേം എന്ന് പറയുന്നത് 55 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് 6ാമത്തെ ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കിയേ. 2017 ഡിവൈഡഡ് ബൈ 10,001ന്റെ വില എത്ര? വാല്യൂ ഓഫ് 2017 ഡിവൈഡഡ് ബൈ 10,001 എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യും മുമ്പ് നിങ്ങൾ ആദ്യം ഒന്ന് നോക്കിക്കേ. ഇപ്പോൾ ഞാൻ ഇതേ ഫോർമാറ്റിൽ ഒരു ഇതിപ്പോൾ 4 ഡിജിറ്റുള്ള 2 വട്ടം റിപ്പീറ്റ് ചെയ്തേക്കുന്ന സംഖ്യയാണ് അല്ലേ. അപ്പോൾ ഇതിന് പകരം ഞാൻ 35 എന്ന് എടുത്തു. ഓക്കെ, 35 എന്ന് എടുത്തിട്ട് ഇതിനെ ഞാൻ എന്ത് ചെയ്തു? 101 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര കൊണ്ട്? 101 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, 35 എന്ന് പറയുന്ന സംഖ്യയാണ് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത്. അതിനെയാണ് 101 കൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആ റിപ്പീറ്റ് ചെയ്യുന്ന 35 ആയിരിക്കും. ഇതെന്താണ്? 2 ഡിജിറ്റ് വന്നാലാണ്. 2 ഡിജിറ്റ് 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് വന്നാൽ 101 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ എന്താണ്? റിപ്പീറ്റ് ആവുന്ന സംഖ്യ തന്നെ നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ 3 ഡിജിറ്റ് ആക്കുക. 353 353നെ 3 ഡിജിറ്റ് വന്നപ്പോൾ ഞാൻ അതിനെ 1001 ആക്കി. ഈ 353 അല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 353 ആണ്. ഓക്കെ അല്ലേ? അതുപോലെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എല്ലാം വന്നേക്കുന്നത് എന്താണ്? ആദ്യത്തെ ഡിജിറ്റ്, ആദ്യത്തെ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യകളാണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. അതുപോലെ ഇത് നോക്കിയേ, 2017 ആണ് എന്ത്? റിപ്പീറ്റായി 2017 ആണ് ഇവിടെ ഒരു വട്ടവും കൂടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ എത്രയാണ്? 10,001 ആണ്. ഇവിടെ നോക്കിക്കേ, 2 എണ്ണം വന്നപ്പോൾ 101 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, ഇതാക്കി. 3 നമ്പേഴ്സ് വെച്ച് റിപ്പീറ്റ് വന്നപ്പോൾ 1001 വെച്ച് നമ്മൾ ചെയ്തു. ഇനി 4 ഡിജിറ്റ് വെച്ച് റിപ്പീറ്റ് ചെയ്തപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് 10,001 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2017 ആയിരിക്കും. ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഇതൊരു ഫോമാറ്റ് പോലെ നിങ്ങൾ ഇനി പോകുന്നതാണ്. എന്ത്? ഈ റിപ്പീറ്റ് ഇതാ ഇങ്ങനെയുള്ള ഇത് നോക്കി വെച്ചിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്നൊരു ഡിവിഷൻ ഈ ഒരു ഫോർമാറ്റ് വരപ്പോൾ ചെയ്ത് നോക്കാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി അടുത്ത 7ാമത്തെ ചോദ്യം നോക്കി. എയും ബിയും അടുത്തടുത്തുള്ള 2 അഭാജ്യ സംഖ്യകളാണ് എങ്കിൽ a⁻a + b⁻b എത്ര എന്നാണ്? a and b are 2 consecutive prime numbers and a⁻a + b⁻b എത്രയാണ് വാല്യൂ എന്നാണ്. നമുക്കറിയാം, അടുത്തടുത്ത് വരുന്ന 2 പ്രൈം നമ്പേഴ്സ്, അതായത് കൺസിക്യൂട്ടീവ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 2ഉം 3ഉം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കിയാലും അറിയാം, പിന്നെ ഒരു പ്രൈം നമ്പേഴ്സും അടുത്തടുത്ത് വരുന്നില്ല. അപ്പോൾ എന്താണ്? അടുത്തടുത്ത് വരുന്ന അഭാജ്യ സംഖ്യകൾ എന്നാണ് പറഞ്ഞത്. അത് കൺസിക്യൂട്ടീവ് പ്രൈം നമ്പേഴ്സ് ആണ് എയും ബിയും. അതായത് എന്താണ്? എയുടെയും ബിയുടെയും വാല്യൂ 2ഉം 3ഉം അല്ലേ. അപ്പോൾ നമുക്കിതിന് a⁻a + b⁻bന് വാല്യൂ ഇട്ട് കൊടുത്താൽ പോരെ? ഇട്ടേ. എ എന്ന് പറയുന്ന 2, അപ്പോൾ 2⁻2 + 3⁻3, 2⁻2 എന്ന് പറയുന്നത് 4, 3⁻3 27. അപ്പോൾ 4 + 27 31. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 31. ആൻസർ വന്നത് മറ്റൊരു പ്രൈം നമ്പർ ആയിട്ടാണ്. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.
അടുത്ത 8ാമത്തെ ചോദ്യം നോക്കിക്കേ. ഒരു സംഖ്യയെ 900 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 27 കിട്ടി. അതേ സംഖ്യയെ 6 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര എന്നാണ് ചോദ്യം. A number when divided by 900 gives remainder 27. What remainder will be obtained when dividing the same number by 6? അപ്പം എന്താണ്, ഒരു സംഖ്യയെ 900 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 27 കിട്ടി എന്നാണ് അല്ലേ. അതായത് നിങ്ങൾ നോക്കിക്കോ, ഒരു നമ്പറിനെ എന്ത് ചെയ്തു, 900 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 27 കിട്ടി എന്നാണ് അർത്ഥം ആണല്ലോ. നമുക്കറിയാം ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡിവൈഡ് ചെയ്യുന്ന അതായത് നമ്മുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിവൈസറിൻ്റെ എന്തായിരിക്കണം, മൾട്ടിപ്പിൾ ആയിരിക്കണം ആണല്ലോ. അതുപോലെ ആ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വന്നാൽ ആ റിമൈൻഡർ എന്ന് പറയുന്നത് നമ്മളുടെ ഡിവിഡൻഡിൽ അധികമായിട്ട് വന്ന നമ്പറാണ്. അതായത് ഈ ചോദ്യത്തിൽ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് ഈ 900ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. പക്ഷെ ഇവിടെ റിമൈൻഡർ 27 വന്നു എന്ന് പറയുമ്പോൾ ഈ നമ്പറിൻ്റെ കൂടെ ഒരു 27 അധികം വന്നു. ആ 27 നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടിയത് ആണല്ലോ. ഇനി എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതേ സംഖ്യയെ 6 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര കിട്ടും എന്നാണ് ചോദ്യം. അതായത് ഈ 900ൻ്റെ മൾട്ടിപ്പിളായ ഈ നമ്പർ പ്ലസ് 27 ആണ് എന്ത് ചെയ്യേണ്ടത്. അതായത് ഈ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും, ഇനി 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, റിമൈൻഡർ എത്ര കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യം. ഞാൻ ആദ്യമേ പറഞ്ഞു ആ നമ്പറിൽ എന്തായാലും 900ൻ്റെ ഒരു മൾട്ടിപ്പിൾ കാണും ആണല്ലോ. ആ നമ്പർ 6 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നറിയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 900നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഈ 900നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 900നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 150 കിട്ടും. അതായത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് 900 6 കൊണ്ട് ചെയ്യുമ്പോൾ. അതായത് റിമൈൻഡർ 0 നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്പറും എന്തായിരിക്കും, 6 കൊണ്ട് ഡിവിസിബിളായി പോകുന്നൊരു സംഖ്യയാണ്. ഇനി പക്ഷെ ഇവിടെ നമുക്ക് റിമൈൻഡർ ഉണ്ടല്ലോ, റിമൈൻഡർ ഉള്ളതുകൊണ്ട് ഈ റിമൈൻഡറിനെ ഞാൻ എന്ത് ചെയ്യുന്നു, 6 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. റിമൈൻഡർ എന്ന് പറയുന്ന 27നെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. നോക്കിക്കോ, 27നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 വട്ടം 24 ശിഷ്ടം 3. അതായത് എന്താണ്, എത്ര വരും, 4. ഉത്തരം 4ഉം റിമൈൻഡർ എന്ത് വരും, 3ഉം വരും. ഓക്കെ ആണല്ലോ. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി, ഈ സംഖ്യ എന്ന് പറയുന്നത് 900ൻ്റെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് 27 ആണ്. ആ സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യും, ഈ 900ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയപ്പോൾ എനിക്കതിനെ 900x എന്നെഴുതാം. ഈ പ്ലസ് 27 ആണ്. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് നമ്പർ എന്ന് പറയുന്നത് ആണല്ലോ. ഇതിൽ 900x എന്ന് പറയുന്നത് 6 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവും. 27ഉം 6 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പോൾ 4 ശിഷ്ടം 4 24 വരെ പോകും. അപ്പം ശിഷ്ടം 3 വരും. അതിനർത്ഥം ഈ 900x പ്ലസ് 27 എന്ന് പറയുന്ന മൊത്തം നമ്പറിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അതായത് 900x പ്ലസ് 27നെ കംപ്ലീറ്റ് ആയിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ വരുന്നത് എത്രയായിരിക്കും, 3 ആയിരിക്കും. എത്രയായിരിക്കും, 3 ആയിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇനി നമ്മുടെ 9ാമത്തെ ചോദ്യം നോക്കിയേ. ലോഹനിർമ്മിതമായ 3 ക്യൂബുകളുടെ വക്കുകൾ 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ വീതമാണ്. ഇത് 3ഉം ഉരുക്കി ഒരു ക്യൂബ് ആക്കിയാൽ ആ ക്യൂബിൻ്റെ ഒരു വക്കിൻ്റെ നീളം എന്ത് എന്നാണ് ചോദ്യം. There are 3 metal cubes with sides 3 cm, 4 cm and 5 cm.
ദീസ് ക്യൂബ്സ് ആർ മെൽറ്റഡ് ആൻഡ് മെയ്ഡ് എ സിംഗിൾ ക്യൂബ്. ഫൈൻഡ് വൺ എഡ്ജ് ഓഫ് ദി ക്യൂബ്. എന്താണ്? 3 ക്യൂബ് ഉണ്ട്, അതിനെല്ലാം കൂടെ ഉരുക്കിയിട്ട് ഒരൊറ്റ ക്യൂബാക്കി മാറ്റി. എങ്കിൽ പുതിയ ക്യൂബിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയെന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഇത് സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ആദ്യം ഇവരുടെ തന്നിരിക്കുന്ന 3 ക്യൂബിൻ്റെ വോളിയം എടുക്കണം. ഓക്കെ, തന്നിരിക്കുന്ന 3 ക്യൂബിൻ്റെ വോളിയം എടുക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? ഇവരുടെ എല്ലാം ക്യൂബുകൾ എടുത്താൽ മതി. അപ്പോൾ എന്താണ്? ടോട്ടൽ വോളിയമായിട്ട് ഞാൻ ഒരുമിച്ച് എടുക്കാൻ പോവാം. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 3 ക്യൂബ് പ്ലസ് 4 ക്യൂബ് പ്ലസ് 5 ക്യൂബാണ്. അതായത് 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27 പ്ലസ് 4 ക്യൂബ് 64 പ്ലസ് 5 ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. 27 പ്ലസ് 64 പ്ലസ് 125 എന്ന് പറയുന്നത് 216 ആണ്. ഓക്കെ, എത്രയാണ്? 216. അപ്പോൾ എന്താണ്? ടോട്ടൽ വോളിയം 216. ഓരോ ക്യൂബിൻ്റെ വോളിയം നമ്മൾ കണ്ടു. ആദ്യത്തതിൻ്റെ 27, രണ്ടാമത്തേൻ്റെ 64 സെൻറ്റിമീറ്റർ ക്യൂബും മൂന്നാമത്തേൻ്റെ വോളിയം 125 സെൻറ്റിമീറ്റർ ക്യൂബും. ഇനി ഇവരെ ഒന്നിച്ച് ഒരു ബോൾ ആക്കണമെന്ന് പറഞ്ഞാൽ ഇവരുടെ 3 പേരുടെയും വോളിയം നമ്മൾ ആഡ് ചെയ്ത് എടുക്കും. ആ ആഡ് ചെയ്ത് കിട്ടുന്ന വോളിയം, അതായത് 216 സെൻറ്റിമീറ്റർ ക്യൂബാണ് നമ്മുടെ പുതിയ വോളിയം ഓഫ് എന്ത്? ന്യൂ ക്യൂബ് എന്ന് പറയുന്ന ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് പുതിയ ക്യൂബിൻ്റെ വോളിയത്തിന് തുല്യമാണ്. ആണല്ലോ. അപ്പോൾ എന്താണ്? വോളിയം 216 ആണ്. എങ്കിൽ ഒരു സൈഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? സൈഡ് കാണാൻ ക്യൂബ് റൂട്ട് ഓഫ് 216. 216ൻ്റെ ക്യൂബ് റൂട്ട് കണ്ടാൽ മതി. 216ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഒരു സൈഡ്, പുതിയ ക്യൂബിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോ നമ്മുടെ 10ാമത്തെ ചോദ്യം നോക്കിയേ. 4, 2, 8, 5 സ്റ്റാർ എന്ന 5 അക്ക സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ സ്റ്റാറിൻ്റെ സ്ഥാനത്ത് വരേണ്ട സംഖ്യ ഏത്? ദ 5-digit number 4285 സ്റ്റാർ is completely divisible by 8. Then what number comes in the place of star? അപ്പം എന്താണ്? ഒരു സംഖ്യ തന്നിട്ടുണ്ടല്ലേ, 4, 2, 8, 5 സ്റ്റാർ. എന്നിട്ട് എന്താണ് പറയുന്നത്? ഈ 5 അക്ക സംഖ്യ 8 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ സ്റ്റാറിൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ കാണാനാണ്. ആണല്ലോ. അപ്പോൾ നമുക്കറിയാം 8ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്, ഒരു നമ്പറിനെ 8 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ നോക്കാൻ അവസാനത്തെ 3 അക്ക സംഖ്യ എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ എന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 8 ആയിരിക്കണം. അവസാനത്തെ 3 അക്കം ഒന്നെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 8 ആയിരിക്കണം, അല്ലെങ്കിൽ ഈ അവസാനത്തെ 3 അക്കം എന്ന് പറയുന്നത് എന്തായിരിക്കണം? 3 പൂജ്യമായിരിക്കണം. എങ്ങനെയായിരിക്കണം? ഒന്നെങ്കിൽ ആ സംഖ്യയുടെ അവസാനം 3 അക്കം 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അവസാനം 3 പൂജ്യം ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ നമ്പർ എന്താകൂ? 8 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആകൂ. അപ്പം നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ 3 പൂജ്യം അല്ലാത്തതുകൊണ്ട് നമുക്ക് 8ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം. ഇവിടെ 8ഉം 5ഉം പിന്നെ ഈ പൊസിഷൻ അവസാനത്തെ യൂണിറ്റ് പ്ലേസ് ആണ് നമുക്ക് കാണാനുള്ളത്. ഇത് നമുക്ക് ഒന്നെങ്കിൽ ചെയ്ത് നോക്കാനുള്ള വഴിയെന്ന് വെച്ചാൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ 0, 1, 2, 3 അങ്ങനെ 8 നോക്കി എന്താണ് ഡിവൈഡ് ചെയ്യുക. അതപ്പോൾ 880, 881, 882 ഇങ്ങനെ 8 നോക്കി ഡിവൈഡ് ചെയ്ത് നോക്കുക കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന്. ഇത് കുറച്ച് പാടാണ്, കാര്യം ഒത്തിരി സമയം എടുക്കും നമ്മളിങ്ങനെ ഓരോന്നിട്ട് ഡിവൈഡ് ചെയ്ത് വരാൻ. അതിലും സിമ്പിളായിട്ടൊരു വഴിയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 85നെ എഴുതിയിട്ട് ഇവിടെ ഒരു സ്പേസ് ബാക്കി കൊടുത്തിട്ട് ഇതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ഒരു വട്ടം 8 കംപ്ലീറ്റ് ആയിട്ട് പോവും. 5 8ൽ പോവില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളൊരു 0 ഇട്ട് കൊടുക്കും. 0 ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഉള്ള സംഖ്യ താഴോട്ട് എടുക്കാറാണ് പതിവ്. ആണല്ലോ, ഡിവിഷൻ അങ്ങനെയല്ലേ. പക്ഷെ ഇവിടുത്തെ സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 8 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം ഈ 5 കഴിഞ്ഞ് വരുന്ന സംഖ്യ, ഈ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 8ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 8ൻ്റെ മൾട്ടിപ്പിൾ ടേബിൾസ് നോക്കുക. നമുക്കറിയാം 8 × 7 എന്താണ്? 56 ആണ്. 8 × 7 56, 8 × 8 64, 8 × 6 48 ആണ്. അപ്പം 5ൽ വരുന്ന ഒരു 8ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 56 ആണ്. സോ ഇവിടെ 56 ആണെങ്കിൽ ഈ ഒരു പൊസിഷൻ എന്തായിരിക്കും? 6 ആയിരിക്കും അല്ലേ? 56. അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം 7,
56 0 ശിഷ്ടം കംപ്ലീറ്റഡ് 107 എന്ന് വരും. അപ്പം നമുക്ക് കാണേണ്ട പൊസിഷൻ 8 5 നക്ഷത്രത്തിൻ്റെ സ്ഥാനത്ത് കാണേണ്ട നമ്പർ 6 എത്രയാണ് 6. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 6. ഓക്കെ അല്ലേ കൂട്ടുകാരെ? സോ ഇത് എന്താണ് നമ്മുടെ യു പി ക്വിസിൻ്റെ 3ാമത്തെ വീഡിയോയാണ്. ഇതിലും നമ്മൾ ലാസ്റ്റ് 2 വീഡിയോയിലെ പോലെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. സോ ഇതുപോലെ ഇനിയും യു പി ക്വിസിൻ്റെ വീഡിയോസ് ഞാൻ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ എന്തായിരിക്കും പസിൽസും ഗെയിംസും ഒക്കെ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ നിങ്ങളെല്ലാവരും വീഡിയോസ് മുടങ്ങാതെ കാണുക. ഓക്കെ, സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബൈ ബൈ.